ഈ ഡെഫായിട്ടുള്ള ആള് ഡിവൈഫൈഡ് ആളാണ്. അല്ല ഞാൻ പറഞ്ഞതൊക്കെ നമ്മളിതിൻ്റെ അകത്ത് രാഷ്ട്രീയം നോക്കി ചെയ്യാൻ കഴിയില്ല. സുപ്രീം കോടതിയും ഗവൺമെൻറ്റും നോംസ് അനുസരിച്ച് മാത്രമേ ചെയ്യാൻ പറ്റൂ. ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ക്ലാരിറ്റിയോട് പറയുകയാണ്. കാരണം ഞാൻ കോൺഗ്രസ്സുകാരനായിരിക്കാം, പക്ഷേ എനിക്ക് ഈ നിയമന വ്യവസ്ഥയുടെ മുമ്പിൽ അതല്ലാതെ വേറെ മാർഗമില്ല. ഞാൻ മാത്രമല്ല ഞാൻ പറഞ്ഞ അത് മാത്രമല്ല, ഓഫീസ് അറ്റൻഡൻറ്റ് കേട്ടോ. അല്ല, അതുമാത്രമല്ല അതിൻ്റെ അകത്ത് ഇത് കൊടുത്തില്ലെങ്കിൽ അദ്ദേഹം കോടതിയിൽ, കാരണം ഇത് റെക്കോർഡാണ്, മുഴുവൻ റെക്കോർഡാണ്, ഗവൺമെൻറ് ജോയിൻറ്റ് സെക്രട്ടറി ഉണ്ട്. ഇത് കൊടുത്തില്ലെങ്കിൽ അങ്ങേര് കോടതി പോയാൽ കോടതി അങ്ങേർക്ക് കൊടുക്കാൻ പറയും. ഞാൻ കോൺഗ്രസ്സുകാരനായതുകൊണ്ട് എനിക്ക് ഇതിനെ കൊടുക്കണത് വാശി പിടിച്ചാൽ കൊടുക്കാവുന്നതല്ല. ഒന്ന്, അവിടെ രാഷ്ട്രീയ വിഷയമല്ല. സുപ്രീം കോടതിയിലും ഗവൺമെൻറ് നോംസ് അനുസരിച്ച് അത് മാത്രമേ കൊടുക്കാൻ പറ്റൂ, ആരാണെങ്കിലും കൊടുക്കാൻ പറ്റൂ. അങ്ങനെയാണ് അത് കൊടുക്കാൻ തീരുമാനിച്ചത്. നമ്പർ 1. പിന്നെ വരുന്നത് കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റാണ്. കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റും ക്വാളിഫിക്കേഷൻ കൃത്യമായി പറയുന്നുണ്ട്. ആ പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻ അനുസരിച്ച് മാത്രമേ അതും എടുക്കാൻ പറ്റൂ. അങ്ങനെയാണ് അതിൻ്റെ സെലക്ഷൻ നടന്നിട്ടുള്ളത്. പിന്നെ വരുന്ന 2 ഓഫീസ് അസിസ്റ്റൻ്റാണ്, 2 പേരും. അതിന് ഞാൻ പറഞ്ഞ 59 അപേക്ഷ ഇട്ട് 40 ആൾ ഇൻ്റർവ്യൂ വന്നു. അതിലും 2 ആൾ ഗവൺമെൻറ് ജോയിൻറ്റ് സെക്രട്ടറി ഇൻ്റർവ്യൂ നടത്തിയിട്ടാണ് 2 ആളെ സെലക്ട് ചെയ്തത്. അസിസ്റ്റൻ്റ് 2. അപ്പോൾ ഈ 4 നിയമനം നടന്നതിൻ്റെ ഈ കാര്യങ്ങളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പഴയങ്ങാടിയിൽ എനിക്കെതിരെ വ്യക്തിപരമായി പ്രകടനവും മറ്റ് കാര്യങ്ങളെല്ലാം നടന്നിട്ടുള്ളത്. ഞാൻ 7-ാം തീയതി എൻട്രി ബോർഡിൽ ഇരുന്നില്ല. ഞാൻ ജസ്റ്റ് പോയി നോക്കി ഇറങ്ങി. ഞാൻ അവിടെ ഈ നാക്കിൻ്റെ ടീം വിസിറ്റിലുണ്ട്, അതിൻ്റെ വർക്ക് നടക്കുക കുറേ. ഞാൻ സൂപ്പർവിഷൻ വേണ്ടി പോയതാണ്. ഞാൻ ഇറങ്ങി വരുമ്പോഴാണ് 4-5 പേർ എന്നെ അവിടെ തടഞ്ഞു നിർത്തി വളരെ മോശമായി സംസാരിച്ചു. ഇൻ്റർവ്യൂ അപ്പുറം നടക്കുകയാണ്, ഞാനത് ജോയിൻറ്റ് സെക്രട്ടറിയാണ്. ഞാനത് കേൾക്കാൻ നടന്നു പോകുന്നു. അന്ന് രാത്രി ആകുമ്പോഴേക്ക് പല ലീഡേഴ്സ് ഇടപെട്ട് ഈ ചെയ്തവരെ സസ്പെൻഡ് ചെയ്തു, വഴിക്ക് വെച്ച് ഇങ്ങനെ തടഞ്ഞു നിർത്തി. അതുപോലെ ഇൻ്റർവ്യൂ ബോർഡിൽ കയറി പ്രശ്നമുണ്ടാക്കി, ബോർഡിൻ്റെ അകത്ത് കയറി ഇൻ്റർവ്യൂ നടക്കുന്ന ആ വെന്യൂവിൽ കയറി പ്രശ്നമുണ്ടാക്കി. അതുകൊണ്ട് അവരെ പാർട്ടി നടപടി സ്വീകരിച്ചു, 4-5 ആൾ പേര്. അതിനുശേഷം പിറ്റേ ദിവസം മുതൽ വീണ്ടും വൈകുന്നേരം ആകുമ്പോഴേക്ക് ഇന്നലെ മിനിഞ്ഞാന്ന് പഴയങ്ങാടിയിൽ പ്രകടനം, ഒരു 10-20 ആൾ പങ്കെടുത്ത പ്രകടനം. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ജോലി കിട്ടാത്ത എല്ലാ ആളുകളെയും ഇളക്കി വിട്ടിരിക്കുകയാണ്. കിട്ടാതിരിക്കാൻ കാരണം ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ല, ആളുകൾ എനിക്കറിയാം, അത് സമയം വരുമ്പോൾ ഞാൻ പറഞ്ഞോളാം, ഇപ്പം പറയുന്നില്ല കേട്ടോ. അത് നിങ്ങൾക്ക് ഊഹിക്കാവുന്ന മാർക്സിസ്റ്റ് നിങ്ങൾ ഊഹിക്കാവുന്ന കാര്യങ്ങളുള്ളൂ. അപ്പോൾ ഇളക്കി വിടുന്നു, പ്രകടനം നടത്തുന്നു, പിന്നെ കോലം കത്തിക്കുന്നു. അത് പ്രതീകാത്മകമായിട്ടാണല്ലോ കോലം കത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്നെ കത്തിച്ചതിന് തുല്യമാണല്ലോ. എൻ്റെ ഒരു കോലം കത്തിക്കുകയാണെങ്കിൽ എന്നെ കത്തിച്ചതിന് തുല്യമാണോ ഏത്? അതും കത്തിക്കുന്നത് കോൺഗ്രസ്സുകാരാണ്, അതും അറിയിക്കണം, മറ്റു പാർട്ടിക്കാരല്ല അറിയിക്കണം. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഞാനതിൻ്റെ അകത്തൊരു വ്യക്തി എന്ന നിലക്ക്, പൊതുപ്രവർത്തന നിലക്ക് എൻ്റെ അതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ 29-ാം വയസ്സിലാണ് ഈ കോളേജ് ആരംഭിച്ചത്. ലീഡർ സമ്മാനിച്ച കോളേജാണ്, അഫിലിയേറ്റഡ് കോളേജാണ്, ഇന്ത്യയിലെ സഹകരണ മേഖലയിലെ ആദ്യത്തെ എയ്ഡഡ് കോളേജാണ്. 10,000 കണക്കിന് കുട്ടികൾക്ക് പഠിക്കാൻ അവസരം
ഉണ്ടാക്കി കൊടുത്തു എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്, സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത് കർമ്മമായി കാണുകയാണ് ഞാൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥാപനം അതിൻ്റെ ഒരു രണ്ടാമത്തെ ഒരു ഘട്ടത്തിൽ കടന്നു പോവുകയാണ്. നാക്വിസ്റ്റോടു കൂടി UGCയുടെ കുറേ കാര്യങ്ങൾ കിട്ടാനുണ്ട്. അപ്പോൾ വളരെ ബോധപൂർവ്വം സ്ഥാപനത്തെ നശിപ്പിക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ 25 ഏക്കർ ഭൂമിയും മാടായിലെ താങ്കൾക്കറിയാവുന്ന കാര്യമാണ്. കോടിക്കണക്കിന് ആസ്തിയാണിപ്പോൾ അത്, കോടിക്കണക്കിന് ആസ്തിയുള്ള സ്ഥലമാണിപ്പോൾ. കെട്ടിടമെല്ലാം മനോഹരമായ കെട്ടിടം വീണ്ടും വീണ്ടും ഉയർന്നു വരുന്നവിടെ.